UDF പരമാവധി സഹായകരമായിട്ടുള്ള കണക്കതേ ഉള്ളൂ എന്നുകൊണ്ടാണ്. ജില്ലാ പഞ്ചായത്തിന്റെ കണക്കെടുത്താലോ? പക്ഷേ UDF വലിയ രാഷ്ട്രീയ വിജയമുണ്ടായി എന്ന പ്രതീതി 48 മണിക്കൂർ കൊണ്ട് അസ്തമിച്ചിരിക്കുന്നു. കണക്കുകൾ തെളിയിക്കുന്നുണ്ട്. ഇപ്പൊ പിടിച്ചടക്കി എന്ന് പറയുന്ന BJPക്ക് LDF വോട്ട് കുറവാ തിരുവനന്തപുരം നഗരത്തില്. ഉണ്ടായി തിരിച്ചടി എന്ന് ഞങ്ങൾ ആരും കാണാതിരിക്കുന്നില്ല. പ്രതിപക്ഷ നേതാവും കോൺഗ്രസും ഈ പ്രതികരണത്തിലൂടെ BJP ഗവൺമെന്റിന്റെ ഉദ്ദേശത്തെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം നോക്കുമ്പോൾ 2021 ഇടതുപക്ഷത്തിന് മഹാവിജയമാണ് ഉണ്ടായത്. ചരിത്ര വിജയമാണ് LDF ഉണ്ടായത്. ആ വിജയം തവണ ആവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ റിസൾട്ട് ആവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ നോക്കുമ്പോൾ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. പറഞ്ഞു കഴിഞ്ഞല്ലോ, അത്രയും കൊടുത്തല്ലോ, നന്ദി. തിരുവനന്തപുരം നഗരത്തിൽ വോട്ടിൽ മുന്നിൽ നിൽക്കുന്നത് ഇടതുപക്ഷമാണെന്ന് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ സ്ഥിതി എന്തായിരുന്നു? 3-ാം സ്ഥാനത്തായിരുന്നില്ലേ? അവിടെ നിന്നല്ലേ 1-ാം സ്ഥാനത്ത് വന്നത്. ഇന്ത്യയിലെ കോടിക്കണക്കിന് പാവപ്പെട്ടവരെയും കേരളത്തിൽ 22 ലക്ഷം മനുഷ്യരെയും അവരുടെ കുടുംബങ്ങളെയും ബാധിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നം ഗവൺമെന്റിന്റെ നിലപാട് വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഈ പത്രസമ്മേളനം വിളിച്ചത്. ഇപ്പൊ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി 2004 ഇടതുപക്ഷ പിന്തുണയിൽ അധികാരത്തിലെത്തിയ 1ാം UPA ഗവൺമെന്റ് ഇടതുപക്ഷത്തിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് നടപ്പാക്കിയ പദ്ധതിയാണ്. ഇടതുപക്ഷവും UPAയും ചേർന്ന് പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്നതിന് തയ്യാറാക്കിയിട്ടുള്ള ഒരു പൊതു മിനിമം പരിപാടി ഉണ്ടായിരുന്നു. ആ പൊതു മിനിമം പരിപാടിയിലാണ് ദേശീയ തൊഴിലുറപ്പ് നിയമം നടപ്പാക്കും എന്നത്, പദ്ധതി നടപ്പാക്കും എന്നതും ഉൾപ്പെടുത്തിയത്. ഇടതുപക്ഷത്തിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് മാത്രം 1ാം UPA ഗവൺമെന്റ് കൊണ്ടുവരാൻ നിർബന്ധിതമായ പദ്ധതിയാണ്. അതിപ്പോ 1ാം UPA ഗവൺമെന്റിൽ ഇടതുപക്ഷ പിന്തുണ ഇല്ലാതായത് മുതൽ ഈ പദ്ധതി ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയായിരുന്നു. 2ാം UPA ഗവൺമെന്റിന്റെ കാലത്ത് ആ ശ്രമങ്ങൾ കൂടുതൽ തീവ്രമായി നടപ്പാക്കി തുടങ്ങി. പലതവണ അതിൽ വെള്ളം ചേർത്തു. BJP ഗവൺമെന്റ് അധികാരത്തിൽ വന്നതോടുകൂടി അത് അട്ടിമറിക്കാനുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തി വരികയാണ്. അതിപ്പോ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു. അതാണ് ഇന്ന് പാർലമെന്റിൽ 12 മണിക്ക് അവതരിപ്പിക്കുന്ന പുതിയ നിയമം. എന്താണ് ഇതിന്റെ? VB റാംജി നിയമം. അതാണ് ഗാന്ധിജിയെ മാറ്റി റാംജിയെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഗാന്ധിജിയുടെ റാം അല്ല ആ റാം എന്ന് എല്ലാവർക്കും അറിയാം. വളരെ വിദഗ്ധമായിട്ട് റാം ഇതിൽ വന്നിട്ടുണ്ട്. പക്ഷെ അത് ഗാന്ധിജിയുടെ റാം അല്ല. ഗോഡ്സെയുടെ വെടിയേറ്റ് വീഴുമ്പോ ഗാന്ധി അവസാനം ഉച്ചരിച്ച ഹേ റാമിലെ റാം അല്ല ഇപ്പോ നരേന്ദ്രമോദി ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള VB റാംജിയിലെ റാം. പ്രശ്നം പേര് മാറ്റുന്നത് മാത്രമല്ല, പേര് മാറ്റുന്നതിൽ തൊട്ട് കോടിക്കണക്കിന് മനുഷ്യരുടെ ഉപജീവനത്തിന് നേരെയുള്ള യുദ്ധമാണ് മോദി ഗവൺമെന്റ് ഇപ്പോ അഴിച്ചുവിട്ടിരിക്കുന്നത്. ക്രൂരമായ ഒരാക്രമണം സാധാരണ മനുഷ്യരുടെ ജീവിതത്തിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് അവർ നടത്തുകയാണ്. അപ്പോഴാണ് ചിലര് ഇത് വെറും ഒരു പേരുമാറ്റത്തിന്റെ പ്രശ്നമായിട്ട് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇന്നിപ്പോ ഒരു പത്രത്തിന്റെ മുഖപ്രസംഗം വായിച്ചപ്പോ ഒരു വരി ഈ പദ്ധതി കൊണ്ട് കോടിക്കണക്കിന് മനുഷ്യർ, കേരളത്തിൽ 22 ലക്ഷം ആളുകൾക്കുണ്ടാവുന്ന, അത് അട്ടിമറിക്കുന്നുകൊണ്ട് ഉണ്ടാവുന്ന നഷ്ടത്തെക്കുറിച്ച് ഇല്ലേ ഇല്ല. വിചിത്രമായിരിക്കുന്നു എന്ന് അതിനെപ്പറ്റി സാന്ദർഭികമായി പറയാനുള്ളൂ. ഇവിടെ എന്തെല്ലാമാണ് ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ? ഒന്ന്, 40% ഇനി മുതൽ സംസ്ഥാനങ്ങൾ വഹിക്കണമെന്നാണ്. നിലവിൽ മുഴുവൻ കേന്ദ്ര ഫണ്ടിംഗ് ആണ്. നിയമം അങ്ങനെയാണ്. 2004 പാസാക്കിയ നിയമം അങ്ങനെയാണ്. ഇപ്പൊ അത് 40% സംസ്ഥാനങ്ങളുടെ തലയിലാക്കിയിരിക്കുന്നു. ഇപ്പോ കേരളത്തിന് ശരാശരി 4000 കോടിയാണ് ഒരു വർഷം കിട്ടുന്നത്. ശരാശരി 40% വഹിക്കണം എന്ന് പറയുമ്പോൾ 1600 കോടി രൂപ ഓരോ വർഷവും സംസ്ഥാനത്തിന്റെ
ബാധ്യതയായിട്ട് അടിച്ചേൽപ്പിക്കപ്പെടുകയാണ്. ഇപ്പൊ പാർലമെന്റ് പാസാക്കിയ ഒരു നിയമപ്രകാരം കേന്ദ്രം പൂർണ്ണമായിട്ട് ഉത്തരവാദിത്വമുള്ളൊരു പദ്ധതി ഏതാണ്ട് പകുതി ഇപ്പൊ സംസ്ഥാനത്തിന്റെ തലയിൽ വെച്ച് കിട്ടിയിരിക്കുന്നു. മാത്രമല്ല, ചെലവ് പകുതി സംസ്ഥാനങ്ങൾ എടുക്കണം, പക്ഷെ വ്യവസ്ഥയെല്ലാം കേന്ദ്രം തന്നെ തീരുമാനിക്കും. പേര് മുതൽ എല്ലാ വ്യവസ്ഥയും, എല്ലാ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെയും കാര്യത്തിൽ മോഡി ഗവൺമെന്റ് സ്വീകരിച്ച നിലപാടാണ്. ഇത് സംസ്ഥാനങ്ങളുടെ ധനപരമായിട്ടുള്ള അവകാശങ്ങൾക്ക് നേരെയുള്ള ആക്രമണം കൂടിയാണ്. ഇപ്പോ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷമാണ് 90-10 എന്ന അനുപാതം കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ കാര്യത്തിൽ ആദ്യം 75-25 ആക്കി, 60-40 ആക്കി, ചിലതിൽ 50-50 ആണ്. നേരത്തെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ 90% കേന്ദ്രത്തിന്റെ ഉത്തരവാദിത്തമായിരുന്നു. മോദി ഗവൺമെന്റ് വന്നപ്പോ അത് 75-25 ആക്കി ആദ്യഘട്ടം, പിന്നെ 60-40 ആക്കി. ഇപ്പൊ അമൃത് 2, അതുപോലെ സ്മാർട്ട് സിറ്റി ഒക്കെ 50-50 ചില പദ്ധതികളിൽ. പേരവർ നിശ്ചയിക്കും, വ്യവസ്ഥകൾ അവർ നിശ്ചയിക്കും, ചിലതിൽ ഫണ്ടിങ്ങിനും ചിലതിലല്ല മിക്കവാറും എല്ലാത്തിനും ബ്രാൻഡിങ്ങും നിർബന്ധം, കേന്ദ്രത്തിന്റെ ബ്രാൻഡിങ്ങും. ഇപ്പൊ സംസ്ഥാന അവകാശങ്ങൾക്ക് നേരെ നടത്തുന്ന നഗ്നമായിട്ടുള്ള കടന്നാക്രമണത്തിന്റെ, ഒരു മര്യാദയുമില്ലാത്ത കടന്നാക്രമണത്തിന്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണിത്. ഇപ്പൊ കേരളത്തെ സംബന്ധിച്ച് 1600 കോടി രൂപയുടെ അധിക ബാധ്യത നമുക്ക് വരും. പിന്നെ ഈ നിയമത്തിൽ, ഒറിജിനൽ നിയമത്തിൽ, മൂല നിയമത്തിൽ തൊഴിൽ നൽകാൻ കഴിയാത്ത സാഹചര്യത്തിൽ അലവൻസും വൈകുന്നതിൽ, വേതനം കൊടുക്കാൻ വൈകിയാൽ നഷ്ടപരിഹാരത്തിനും വ്യവസ്ഥയുണ്ട്. ഇനി മുതൽ അത് സംസ്ഥാനം ചെയ്യണമെന്നാണ്. കേന്ദ്രം നടപ്പാക്കുന്ന പദ്ധതിയിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ വന്നാൽ നഷ്ടപരിഹാരം കൊടുക്കേണ്ടത് സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമാക്കി മാറ്റുന്നു. ഇപ്പോൾ തന്നെ നമുക്ക് 826.9 കോടി രൂപ കുടിശ്ശികയാണ്. 826.9 കോടി രൂപ. 426.7 കോടി കുടിശ്ശികയുള്ളത് അവിദഗ്ധ വേതനത്തിലാണ്. 264 കോടി കുടിശ്ശികയുള്ളത് മെറ്റീരിയൽ ഇനത്തിലാണ്. അതുപോലെ 48.9 കോടി വിദഗ്ധ വേതനത്തിലാണ് കുടിശ്ശികയുള്ളത്. 826.9 കോടിയാണ് നിലവിൽ കുടിശ്ശിക. ഈ കുടിശ്ശിക വരുത്തുന്നതും ബോധപൂർവമാണ്. കാരണം വേതനം കുടിശ്ശികയാക്കി വെച്ചാൽ ആളുകൾക്ക് ജോലി എടുത്തിട്ട്, ഇത് പകലന്തിയോളം പൊരിവെയിലത്ത് പണിയെടുക്കുകയാണല്ലോ. പ്രായം ചെന്നവരും സ്ത്രീകളാണ് മഹാഭൂരിപക്ഷം. ഇതിൽ ജോലിയെടുക്കുന്നവരിൽ മഹാഭൂരിപക്ഷവും സ്ത്രീകളാണ്. ഭാരതത്തിൽ ഇത് സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഒരാക്രമണം കൂടിയാണ്. കാരണം കേരളത്തിലൊക്കെ 90% സ്ത്രീകളാണ്. അവരുടെ ഒരു ഏക ഉപജീവന മാർഗമാണിത്. അപ്പോൾ സ്ത്രീ വിരുദ്ധമായ ആക്രമണം കൂടിയാണ് ഇത്. വേതനം വൈകിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ? പിന്നെ ഇവര് ഈ പദ്ധതികൾ തുടർന്ന് നടപ്പാക്കാൻ, തൊഴിലുറപ്പ് പദ്ധതിയിലെ പ്രവൃത്തികൾ പിന്നെ നടപ്പാക്കാൻ പറ്റാത്ത സ്ഥിതി വരും. അപ്പൊ അതിനെ സ്വാഭാവികമായിട്ട് കൊല്ലുക എന്ന ഉദ്ദേശത്തോടെയാണ് നിരന്തരമായിട്ട് കുടിശ്ശിക വരുത്തിയത് വേതനത്തിൽ. 826 കോടി ഇപ്പൊ വരുത്തി. ഓരോ സന്ദർഭത്തിലും ശരാശരി 700-750 കോടി കുടിശ്ശിക നിലനിർത്തിക്കൊണ്ടേയിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഫണ്ടിങ് പാറ്റേണിൽ മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട വ്യവസ്ഥ, കാർഷിക സീസണുകളിൽ പ്രവൃത്തി നടത്തരുത് എന്ന് ബില്ലിൽ വ്യവസ്ഥ ചെയ്തിരിക്കുകയാണ്. ഇന്ത്യയിൽ ചിലയിടത്തൊക്കെ 3 സീസൺ വരെ ഉണ്ട്, 3 വിള വരെ ഉണ്ട്. ഫലത്തിൽ തൊഴിലുറപ്പ് പദ്ധതി നടത്തരുത് എന്ന് പറയുന്നതിന് തുല്യമാണ് കാർഷിക സീസണിൽ പ്രവൃത്തി നടത്തരുത് എന്ന് പറയുന്നത്. 60 ദിവസം വരെ ഇങ്ങനെ തൊഴിൽ ഒഴിവാക്കാം എന്ന നിർദ്ദേശം ബില്ലിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. 60 ദിവസം വരെ. കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത് ബില്ലില് ഒരു കണ്ണിൽ പൊടിയിടുന്ന വ്യവസ്ഥ കൊണ്ടുവന്നിട്ടുണ്ട്. കേട്ടാ കൊള്ളാമല്ലോ എന്ന് തോന്നും. 100-ൽ നിന്ന് 125 തൊഴിൽ ദിനങ്ങൾ ഉയർത്തും എന്നാണ്. പക്ഷെ എവിടെ ഉയർത്തുന്നതാണ്? കേന്ദ്ര സർക്കാർ നോട്ടിഫൈ ചെയ്യുന്ന ഗ്രാമീണ മേഖലകളിൽ 125 ഉയർത്താം എന്നാണ്. നോട്ടിഫൈ ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? കേന്ദ്ര ഗവൺമെന്റിനാണ്. പക്ഷെ ആ ബില്ലിൽ തന്നെ സെക്ഷൻ 5(1) പറയുന്നുണ്ട്, സംസ്ഥാനത്തെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളും നോട്ടിഫൈ ചെയ്യപ്പെടണമെന്നില്ല. കേരളത്തിലൊക്കെ
പല ഗ്രാമപഞ്ചായത്തുകൾക്കും നഗര സ്വഭാവമൊക്കെ ഉള്ളതുകൊണ്ട് വലിയ തോതിൽ നോട്ടിഫൈ ചെയ്യപ്പെടാതെ പോകും. അപ്പൊ യഥാർത്ഥത്തിൽ ഈ പഞ്ചസാരയിൽ പുരട്ടിയ ഒരു വിഷമാണ് ഈ വ്യവസ്ഥ. 125 ആക്കും എന്ന് കാണുമ്പോൾ ഇത് കൊള്ളാം എന്ന് തോന്നും. പക്ഷേ നോട്ടിഫൈ ചെയ്യാനുള്ള അധികാരം കേന്ദ്രത്തിനാണ്. മാത്രമല്ല എല്ലാം നോട്ടിഫൈ ചെയ്യണമെന്നില്ല എന്നും ബില്ലിലുണ്ട്. അപ്പോ വളരെ കുറച്ചെണ്ണം നോട്ടിഫൈ ചെയ്ത് എണ്ണം പരിമിതപ്പെടുത്താനുള്ള നീക്കം കൂടിയാണ് ഇവരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ ആധാർ ബേസ്ഡ് പേയ്മെന്റ് സിസ്റ്റം ഉണ്ട്, ABPMS. അത് സംബന്ധിച്ച ആശങ്ക കേരളം അറിയിച്ചതാണ്. ഇപ്പൊ വിദൂര തൊഴിലിടങ്ങൾ, ആദിവാസി മേഖല, ഇത് ആദിവാസി മേഖലയൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കുന്നത്. കേരളമാണെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായി സ്വന്തം നിലയിൽ ട്രൈബൽ പ്ലസ് നടപ്പാക്കിയ സംസ്ഥാനമാണ്. 100 ദിവസം അധിക തൊഴിൽ ദിനം ആദിവാസി മേഖലകളിൽ നൽകിയ ട്രൈബൽ പ്ലസ് നടപ്പാക്കിയിട്ടുള്ള സംസ്ഥാനമാണ് കേരളം. LDF ഗവൺമെന്റ് ആണ് അത് ചെയ്തത്. ഇവിടെ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ ഈ നെറ്റ്വർക്ക് ഇല്ലാത്തത് കൊണ്ടും ഒക്കെ പിന്നെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സാങ്കേതിക പരിജ്ഞാനമില്ലായ്മ കൊണ്ടൊക്കെ ഈ ആധാർ ബേസ്ഡ് പേയ്മെന്റ് സിസ്റ്റം ഫലപ്രദമായിട്ട് വരില്ല. അപ്പൊ എന്ത് ചെയ്യും? എടുത്ത പണിക്ക് കൂലി കിട്ടില്ല. അപ്പൊ നമ്മൾ ഈ എതിർപ്പ് നേരത്തെ തന്നെ അറിയിച്ചതാണ്. ഇതെല്ലാം കാണുന്നത് അറിയോ, ഇപ്പൊ പെട്ടെന്ന് ഈ നിയമം കൊണ്ടുവരുന്നതിലൂടെ മാത്രമല്ല, അതിനു മുമ്പ് എല്ലാ നിലയിലും ഇതിനെ ദുർബലപ്പെടുത്താൻ, വെള്ളം ചേർക്കാൻ നിരന്തരമായി ആസൂത്രിതമായി ശ്രമിച്ച് അതിനൊടുവിലാണ് ഇപ്പൊ ഈ നിയമം വരുന്നത്. ABPMS ഇതില്ലാതാക്കാനുള്ള ശ്രമമായിരുന്നു. തുടർച്ചയായി നൂറുകണക്കിന് കോടി രൂപ, ഇന്ത്യയിലാകെ നോക്കി ആയിരക്കണക്കിന് കോടി രൂപ കൂലി കുടിശ്ശിക വരുത്തിയത് ഇനി ആരും ഈ പണിക്ക് വരരുത് എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതുപോലെ മറ്റു പല വ്യവസ്ഥകളും കൊണ്ടുവന്നത് ഈ പദ്ധതിയെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു. തൊഴിൽ വിഹിതം വെട്ടിക്കുറച്ചത്. ഇപ്പൊ നമ്മുടെ മുമ്പിൽ കണക്കുണ്ട്. കേന്ദ്ര ഗവൺമെന്റ്, മോദി ഗവൺമെന്റ് വന്ന ശേഷം കഴിഞ്ഞ 5 വർഷത്തെ മാത്രം ഞാൻ പറയാം. 10 വർഷത്തെ പറയുമ്പോൾ കുറെ അധികം പറയേണ്ടി വരും. 2020-21 385.67 കോടി തൊഴിൽ ദിനായിരുന്നു. 2021-22 ആയപ്പോൾ 337.76 കോടിയായി. 2022-23 വീണ്ടും ഗണ്യമായി കുറച്ച് 285.33 കോടിയായി. 2024-25 286 അവിടെ തന്നെ നിന്നു. 2025-26 നമ്മൾ നോക്കണം. അത് അല്ല 210.47 കോടിയാണ്. 210 എന്ന് പറഞ്ഞാൽ 2020-21 385 കോടി തൊഴിൽ ദിനം അനുവദിച്ചത് 25-26 ആയപ്പോ 210 കോടിയായി. ഇതാ ഞാൻ പറഞ്ഞത്, ആസൂത്രിതമായിട്ട് ഇതിനെ ഇല്ലാതാക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത്. അത് പൂർത്തിയാക്കാനാണ് ഈ ബില്ല് ഇപ്പോ കൊണ്ടുവന്നിട്ടുള്ളത്. ഒരുപാട് ദ്രോഹകരമായ വ്യവസ്ഥകൾ ഇതിലടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ പദ്ധതി നിർവഹണത്തെ സംബന്ധിച്ചിട്ടുള്ള പരാതികളിൽ പ്രാഥമിക വീഴ്ച കണ്ടെത്തിയാൽ ഫണ്ട് തടയാനുള്ള കാരണമാക്കും എന്നാണ്. നേരത്തെ എങ്ങനെ വെച്ചാൽ വേതനം തടസ്സപ്പെടുത്തില്ല, വേതനം കൊടുത്ത ശേഷം ബാക്കി കാര്യങ്ങൾ സ്വീകരിക്കും. ഇപ്പൊ ഫണ്ട് തടയുന്ന പറഞ്ഞാൽ വേതനം തടസ്സപ്പെടുത്തും. അപ്പൊ പിന്നെ ആളുകൾ ഉണ്ടാവുമല്ലോ. പിന്നെ ഗ്രാമപഞ്ചായത്തുകളെ ABC എന്ന് ക്ലാസിഫൈ ചെയ്യുമെന്ന് സെക്ഷൻ 44 പറയുന്നുണ്ട്. അപ്പൊ അതിനനുസൃതമായിട്ടാണ് പദ്ധതി തയ്യാറാക്കേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പൊ ക്ലാസിഫിക്കേഷൻ വീണ്ടും പരിമിതപ്പെടുത്തൽ വരികയാണ്. ഇങ്ങനെയുള്ള ധാരാളം ദ്രോഹകരമായിട്ടുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിട്ട് ഫലത്തിൽ ഇത് ഈ ആജീവിക ബില്ലല്ല, അന്ത്യം കുറിക്കുന്ന ബില്ലാണ്. തൊഴിലുറപ്പ് പദ്ധതിക്ക് അന്ത്യം കുറിക്കുന്ന ഒരു ബില്ലായിട്ട് മാറിയിരിക്കുന്നു. അതിന്റെ ചരമക്കുറിപ്പാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള ഈ ബില്ല് എന്നത്. ഇത് കേരളത്തിന് ഇപ്പൊ കിട്ടുന്ന ഏറ്റവും വലിയ കേന്ദ്ര പദ്ധതി ഇതാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് 4000 കോടിയാണ് കിട്ടുന്നത്. ആ 4000 കോടി ശരാശരി അതിൽ തന്നെ കുറവ് വന്നിട്ടുണ്ട് കേട്ടോ. ആ തുടർച്ചയായിട്ട് കുറവ് വന്നിട്ടുണ്ട്. 2022-23 3554 കോടി, 2023-24 3221 കോടി, 24-25 വീണ്ടും 3212 കോടിയായിട്ട് കുറഞ്ഞു. ഈ വർഷം ഇതുവരെ 2928 കോടി മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത്. തൊഴിൽ ദിനങ്ങളുടെ കാര്യത്തിലും കുറവുണ്ടായി.
2022, 23, 24, 24, 25 ഈ 3 വർഷങ്ങളിലും ആദ്യഘട്ടത്തിൽ 6 കോടി തൊഴിൽ ദിനങ്ങളാണ് അനുവദിച്ചു നൽകിയത്. 25, 26 5 കോടിയായിട്ട് വെട്ടിക്കുറച്ചു. അപ്പൊ നമ്മള് ഇന്ത്യയിൽ ഏറ്റവും നന്നായിട്ട് ഈ പദ്ധതി നടപ്പാക്കുന്ന സംസ്ഥാനമാണ് കേരളം. കാരണം ഇപ്പോ നമ്മുടെ സ്റ്റാറ്റസ് എടുത്താൽ, തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കുന്നതിന്റെ സ്റ്റാറ്റസ് എടുത്താൽ 100 തൊഴിൽ ദിനം കൊടുത്ത സംസ്ഥാനങ്ങളിൽ കേരളം 2ാം സ്ഥാനത്താണ്. അതുപോലെ ST കുടുംബങ്ങൾക്ക് 100 ദിനം പൂർത്തിയാക്കിയതിലും ഇന്ത്യയിൽ 2ാം സ്ഥാനത്താണ് കേരളം. SC കുടുംബങ്ങൾ 100 ദിനം പൂർത്തിയാക്കിയതിൽ ഇന്ത്യയിൽ 1ാം സ്ഥാനത്താണ് കേരളം. ശരാശരി SC കുടുംബങ്ങൾക്ക് ഏറ്റവും കൂടുതൽ തൊഴിൽ കൊടുത്തതിൽ 1ാം സ്ഥാനത്താണ് കേരളം. ആവറേജ് ST പേഴ്സൺസ് ഡേയ്സ് കണക്കാക്കിയാൽ 2ാം സ്ഥാനത്താണ് കേരളം. അപ്പൊ ഈ നിലയിൽ നമ്മള് ഇന്ത്യയിൽ ഏറ്റവും നന്നായി തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കുന്നു. മാത്രമല്ല ഏറ്റവും കാര്യക്ഷമമായും അഴിമതിയില്ലാതെയും നടപ്പാക്കുന്ന സംസ്ഥാനവും കേരളമാണ്. ഇപ്പോ സോഷ്യൽ ഓഡിറ്റ് എന്ന വ്യവസ്ഥയുണ്ട്. ഇന്ത്യയിൽ 100% പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ സോഷ്യൽ ഓഡിറ്റ് നടത്തിയ ഒറ്റ സംസ്ഥാനമേ ഉള്ളൂ, അത് കേരളമാണ്. 2ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനത്ത് 60% സോഷ്യൽ ഓഡിറ്റ് നടന്നിട്ടുള്ളത്. അതും പഞ്ചായത്ത് അടിസ്ഥാനത്തിലല്ല. ഇവിടെ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ 100% നടപ്പാക്കി. നമുക്ക് സോഷ്യൽ ഓഡിറ്റ് സൊസൈറ്റി ഉണ്ട്. മികച്ച നിലയിൽ ആ സോഷ്യൽ ഓഡിറ്റ് പൂർത്തിയാക്കുന്ന സംസ്ഥാനമാണ്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണ്. ഈ ഗവൺമെന്റാണ്, 2ാം പിണറായി ഗവൺമെന്റാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തിയത്. ഒട്ടേറെ ആനുകൂല്യങ്ങളുണ്ട്. പ്രസവാനുകൂല്യമുണ്ട്, മക്കൾക്ക് പ്രസവാനുകൂല്യമുണ്ട്, മക്കൾക്ക് വിദ്യാഭ്യാസാനുകൂല്യമുണ്ട്, വിവാഹാനുകൂല്യം തൊഴിലാളിക്കും മക്കൾക്കും ഉണ്ട്, ഇങ്ങനെ ചികിത്സാനുകൂല്യമുണ്ട്, നഷ്ടപരിഹാരമുണ്ട്. ഇങ്ങനെ ധാരാളം ആനുകൂല്യങ്ങളുള്ള ക്ഷേമനിധി ഇന്ത്യയിൽ ഒറ്റ സംസ്ഥാനമേ നടപ്പാക്കിയിട്ടുള്ളൂ, അത് കേരളമാണ്. ഓണം അലവൻസ് 100 തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കിയവർക്ക് ഓണത്തിനോടനുബന്ധിച്ച് 1250 രൂപയുടെ അലവൻസ്, പ്രത്യേക അലവൻസ് കേരളം കൊടുക്കുന്നുണ്ട്. ഇപ്പോ ഈ 2024-25 സാമ്പത്തിക വർഷം ആ അലവൻസിന് അർഹരായത് 5,19,619 കുടുംബങ്ങളാണ്. 65 കോടി രൂപ ഇതിനു വേണ്ടി ചെലവഴിച്ചു. അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി കൂടിയാണിത്. ഇന്ത്യയിൽ ഏറ്റവും നന്നായിട്ട് നടപ്പാക്കുന്ന സംസ്ഥാനമാണ് കേരളം. അതാണ് ഇവിടെ അട്ടിമറിക്കുന്നത്. ഇപ്പോ ഇതിന് പുറമെ നമ്മൾ കാണേണ്ടത്, നഗര തൊഴിലുറപ്പ് പദ്ധതി പൂർണ്ണമായും സംസ്ഥാന പദ്ധതിയായിട്ട് ഇന്ത്യയിൽ ആദ്യം നടപ്പാക്കിയതും ഈ LDF ഗവൺമെന്റാണ്. ഇന്ത്യയിൽ ആദ്യം നഗര തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കിയത് ഈ ഗവൺമെന്റാണ്. ട്രൈബൽ പ്ലസിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ഇന്ത്യയിൽ അങ്ങനെയൊരു സംസ്ഥാന പദ്ധതി പ്രത്യേകമായി നടപ്പാക്കുന്ന ഏക സംസ്ഥാനം കേരളമാണ്. അപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി ഏറ്റവും മികച്ച നിലയിൽ നടപ്പാക്കുന്നു എന്ന് മാത്രമല്ല, തൊഴിലുറപ്പ് പദ്ധതിയെ കൂടുതൽ വികസിതമായ നിലയിൽ സംസ്ഥാന പദ്ധതി കൂടിയാക്കി മാറ്റി നമ്മൾ നടപ്പാക്കുകയാണ്. അതിനെല്ലാം ഇത് ബാധിക്കും. 22 ലക്ഷം പേര് കേരളത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികളായിട്ടുണ്ട്. അവരെ ബാധിക്കുന്ന, അവരുടെ ഉപജീവനത്തെ ഇല്ലാതാക്കുന്ന, അതിൽ തന്നെ മഹാഭൂരിപക്ഷം സ്ത്രീകളാണ്, അവരുടെ ഏക വരുമാന സ്രോതസ്സിനെ ഇല്ലാതാക്കുന്ന ഹൃദയശൂന്യവും ക്രൂരവുമായിട്ടുള്ള നടപടിയാണ് കേന്ദ്ര സർക്കാരിൽ നിന്നുണ്ടായിട്ടുള്ളത്. ഇത് ഇപ്പൊ തുടങ്ങിയതല്ല. ഇത് 1ാം UPA സർക്കാരിന്റെ കാലത്ത് ഇടതുപക്ഷം പിന്തുണ പിൻവലിച്ചപ്പോൾ തുടങ്ങിയതാണ്. കാരണം അന്ന് ഈ വ്യവസ്ഥ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരാൻ നോക്കി, കാർഷിക സീസണിൽ നിർത്തിവെക്കണമെന്നുള്ളത്. 1ാം UPA സർക്കാർ ഇടതുപക്ഷ പിന്തുണ പിൻവലിച്ചപ്പോൾ തന്നെ തുടങ്ങി. 2ാം UPA സർക്കാരിന്റെ കാലത്ത് ചിദംബരം ധനകാര്യമന്ത്രിയായപ്പോ തുക വെട്ടിക്കുറച്ചു. തുക വെട്ടിക്കുറച്ച കണക്കുണ്ട് ഇവിടെ. അന്ന് മുതൽ ഈ അലോക്കേഷൻ വെട്ടിക്കുറയ്ക്കാൻ തുടങ്ങി. 2011-12 2ാം UPA ആണ്, ഇടതുപക്ഷത്തിന്റെ പിന്തുണയില്ല. 40,000 കോടിയിൽ നിന്ന് 33,000 കോടിയായിട്ട് വെട്ടിക്കുറച്ചു പി ചിദംബരം. അന്ന് ഇടതുപക്ഷമൊക്കെ വലിയ പ്രതിഷേധം ഉയർത്തി. അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ തുക വെട്ടിക്കുറയ്ക്കൽ. എന്ന് വെച്ചാൽ 2ാം UPA ഗവൺമെന്റ് തുടങ്ങി വെച്ച ഉദകക്രിയ ഇപ്പോ 3ാം മോദി ഗവൺമെന്റ് പൂർത്തിയാക്കുന്നു. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, കോവിഡ് മഹാമാരിയുടെ കാലത്ത് ഇന്ത്യയിൽ കോടിക്കണക്കിന് മനുഷ്യരെ പട്ടിണി മരണത്തിൽ നിന്ന് രക്ഷിച്ച പദ്ധതി ഇതാണ്. നമ്മുടെയൊക്കെ നാട്ടിൽ നിന്ന് ഈ കുടിയേറ്റ തൊഴിലാളികൾ
അതിഥി തൊഴിലാളികൾ തിരിച്ചുപോയല്ലോ. നമ്മൾ അന്ന് കണ്ട ദൃശ്യങ്ങളൊന്നും മറക്കരുത്. കാൽനടയായിട്ടാണ് ആയിരക്കണക്കിന് കിലോമീറ്റർ ആളുകൾ സ്വന്തം ഗ്രാമത്തിലേക്ക് തിരിച്ചുപോയത്. അന്ന് ഉള്ളത് കൊണ്ട് മാത്രം കൂട്ട പട്ടിണി മരണങ്ങൾ ഒഴിവായതാണ്. അത്തരമൊരു പദ്ധതിക്കാണ് ഇപ്പോ ഈ സർക്കാർ അന്ത്യം കുറിക്കുന്നത്. മാത്രമല്ല, ഈ സംസ്ഥാനങ്ങൾ ചെലവ് വഹിക്കണമെന്നത് ചിദംബരത്തിന്റെ നിർദ്ദേശമാണ്. 2013 ഇപ്പൊ ഇന്ത്യൻ എക്സ്പ്രസ് എന്നത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഡൽഹി ഇന്ത്യൻ എക്സ്പ്രസ്, എ സർട്ടൻ പെർസെന്റേജ് ഓഫ് ദ കോസ്റ്റ് ഷുഡ് ബി ബോൺ ബൈ ദ സ്റ്റേറ്റ്സ്. അന്ന് അത് നടപ്പാവാതെ പോയത് പാർലമെന്റിൽ ഇടതുപക്ഷത്തിന്റെ ശക്തമായിട്ടുള്ള എതിർപ്പ്, ഒപ്പം ആ രണ്ടാം UPA-യിലെ ഗ്രാമവികസന മന്ത്രിയായിരുന്ന രഘുവംശ് പ്രസാദ് സിംഗ്, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ ശക്തമായിട്ടുള്ള എതിർപ്പ് മൂലമാണ് സംസ്ഥാനങ്ങൾ ചെലവ് വഹിക്കണം എന്നത് അന്ന് നടപ്പാവാതെ പോയത്. രഘുവംശ് പ്രസാദ് സിംഗ് കോൺഗ്രസ് ആയിരുന്നില്ല, അദ്ദേഹം ശക്തമായിട്ട് ഘടകകക്ഷിയാണ്. പിന്തുണയില്ലെങ്കിൽ ഗവൺമെന്റ് ഉണ്ടാവില്ല. അദ്ദേഹം ശക്തമായ എതിർപ്പ് ഉയർത്തിയപ്പോഴാണ് ഇടതുപക്ഷത്തിനൊപ്പം ഗവൺമെന്റിനകത്ത് രഘുവംശ് പ്രസാദ് സിംഗും എതിർത്തു. ഇതുകൂടി നമ്മൾ കാണണം. അതുകൊണ്ടാണ് ഇന്നലെ ഇതൊരു പ്രധാന പ്രശ്നമായിട്ട് ഉയർന്നു വന്നിട്ടും കേരളത്തിൽ നിന്നുള്ള UDF MP-മാർ പാരഡിപ്പാട്ട് പാടി രസിച്ചത് പാർലമെന്റിൽ. ഇന്നലെ അവർക്ക് അതായിരുന്നു പ്രധാനപ്പെട്ട പ്രശ്നം. ഇന്ത്യയിലെ കോടിക്കണക്കിന് മനുഷ്യരുടെയും കേരളത്തിൽ 22 ലക്ഷം കുടുംബങ്ങളുടെയും അന്നം മുട്ടിക്കുന്ന ഒരു ബില്ല് പാർലമെന്റിൽ കൊണ്ടുവരുന്ന ദിവസം വട്ടത്തിൽ നിന്ന് പാരഡിപ്പാട്ട് പാടിയ അശ്ലീലത്തിന് കേരളം സാക്ഷ്യം വഹിച്ചു. നമ്മൾ ദൃശ്യങ്ങൾ കണ്ടല്ലോ. അതൊക്കെ കഴിഞ്ഞെങ്കിൽ ഈ ജനങ്ങളുടെ ഒരു ജീവിത പ്രശ്നം ഉന്നയിക്കാൻ അവർ സമയം കണ്ടെത്തണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഇന്നലെ പിന്നെ ഇടതുപക്ഷ MP-മാർ ഈ പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ട്. ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ MP-മാർ ഉന്നയിച്ചിട്ടുണ്ട്. ഇന്ന് ഇടതുപക്ഷം പാർലമെന്റിൽ പ്രതിഷേധം നടത്തി. ഇടതുപക്ഷം ഇത്തരം പ്രശ്നങ്ങൾ ഉയർത്തിയിട്ടാണ് പ്രതിഷേധിക്കുന്നത്. ഇടതുപക്ഷം മാത്രമേ ഇന്ന് പ്രതിഷേധിച്ചിട്ടുള്ളൂ എന്ന് കാണുന്നു. എല്ലാ ഇടതുപക്ഷ പാർട്ടികളും ചേർന്നാണ് പ്രതിഷേധിച്ചത്. അപ്പോൾ യഥാർത്ഥ ജീവിത പ്രശ്നങ്ങൾ, മനുഷ്യരുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കാനുള്ള സ്ഥലമാണ് പാർലമെന്റ്. ആളുകളുടെ ഉപജീവനം മാർഗം മുട്ടിക്കുന്നതിനെതിരായിട്ടുള്ള ശബ്ദമുയരേണ്ട സ്ഥലമാണ്. കോൺഗ്രസിന് ചിലപ്പോൾ കുറച്ച് മനസാക്ഷി കുത്തുണ്ടാവും, കാരണം ഇതെല്ലാം പുറത്തു വരുമല്ലോ. ചിദംബരത്തിന്റെ കാലത്ത് തുക വെട്ടി കുറച്ചതും, അന്ന് തന്നെ സംസ്ഥാനങ്ങൾ ചെലവ് വഹിക്കണമെന്ന് നിർദ്ദേശം വെച്ചതും, അതുപോലെ കാർഷിക സീസണിൽ പണി നിർത്തിവെക്കണം എന്ന് അന്ന് അവർ പറഞ്ഞതും ഒക്കെ പുറത്തു വരും എന്നതുകൊണ്ടായിരിക്കണം ആ പ്രശ്നം ഉന്നയിക്കാൻ മടിക്കുന്നത്. ഇതുവരെ ഏതെങ്കിലും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളുടെ ഒരു പ്രതിഷേധം ഇക്കാര്യത്തിൽ പ്രധാനപ്പെട്ടവരുടെ ആരുടേതും പാർലമെന്റിൽ ഉയർന്നതായിട്ട്, ഒരു സ്വരം ഉയർന്നതായിട്ട് നമ്മളാരും കേട്ടിട്ടില്ല. അപ്പൊ അവരോട് അഭ്യർത്ഥിക്കാനുള്ളത്, പ്രത്യേകിച്ച് കേരളത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടു പോയവരോട്, ഈ തൊഴിലാളികളുടെ അവരുടെ കുടുംബത്തിന്റെയും കൂടി പ്രതിനിധികളാണല്ലോ അവര്. ഇപ്പോ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇക്കാര്യത്തിൽ ഉയർത്തണം. ഇടതുപക്ഷ MP-മാർ അത് ശക്തമായി തന്നെ ഉയർത്തുന്നുണ്ട്. കേരളത്തിൽ വലിയ പ്രതിഷേധവും പ്രക്ഷോഭവും ഒക്കെ ഉയർന്നു വരേണ്ടി വരും. ഇതിന് കേരളത്തിൽ രാജ്യവ്യാപകമായിട്ട് ഉയർന്നു വരേണ്ടി വരും ഇതിനെ സംരക്ഷിക്കണമെങ്കിൽ. അത്രയാണ് പറയാം. അല്ലെ, എല്ലാ സാധ്യമായ മാർഗങ്ങളും ആലോചിക്കും, എല്ലാ മാർഗങ്ങളും ആലോചിക്കും. ഇല്ല, ഇപ്പൊ അവരുടെ ഘടകകക്ഷികൾ തന്നെ ഇക്കാര്യത്തിലുള്ള ആശങ്ക അറിയിച്ചല്ലോ. ചന്ദ്രബാബു നായിഡുവിന്റെ പാർട്ടി ഈ സംസ്ഥാനങ്ങൾ ചെലവ് വഹിക്കണം എന്ന കാര്യത്തിൽ ആശങ്ക അറിയിച്ചു. അത് എന്ന് പറഞ്ഞാൽ ഇത് ആർക്കും ബോധ്യപ്പെടാത്ത കാര്യമാണെന്നാണ്, ഒപ്പം നിൽക്കുന്നവർക്ക് തന്നെ ബോധ്യപ്പെടാത്തതാണ്. സംസ്ഥാന സർക്കാർ ബാക്കി കാര്യങ്ങൾ സാധ്യമായതെല്ലാം ഇക്കാര്യത്തിൽ ആലോചിക്കും. ഇന്നലെയാണ് ഈ ബില്ല് വന്നത്. ഇന്നത്തെ ആദ്യത്തെ പ്രതികരണമാണ്. ഇതിന്റെ ഈ പദ്ധതികളുടെ അട്ടിമറിക്കുന്നതിനുള്ള ശ്രമമാണ് കേരളം ഗൗരവമായി കാണുന്നത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവിന്റെ സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ നെഹ്റുവിന്റെയും ഇന്ദിരയുടെയും രാജീവ് ഗാന്ധിയുടെ ഒക്കെ പേര് മാറ്റുന്നത് അതിന്റെ ഭയമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഈ പദ്ധതി 40% തുക കേരളത്തിന് വഹിക്കേണ്ടി വരുന്നത്, സംസ്ഥാനങ്ങൾക്ക് വഹിക്കേണ്ടി വരുന്നതും ഈ തൊഴിൽ ദിനങ്ങളെ സംബന്ധിച്ച ആശങ്കയും ഒന്നും ഇത്തരം കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഇപ്പോഴാണ് ഞാൻ കണ്ടിട്ടില്ല. അതിനകത്ത് അവസരം അദ്ദേഹം കൊലപാതകയിൽ നിന്ന് മഹാത്മാവിന്റെ പേര് വെട്ടിയാൽ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ വിസ്മൃതിയിലാകുമെന്ന് കരുതുന്നവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. കേന്ദ്ര നീക്കത്തെ രാജ്യം ഒറ്റക്കെട്ടായി പ്രതിരോധിക്കും. ധിക്കാരിയും താഴ്ചയും എന്നവരെ തീരുമാനം മോദി സർക്കാർ അടിയന്തരമായി പിൻവലിക്കണം. തുടക്കവും
ഈ പേരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം ഈ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. ഗൗരവകരമായി കേരളത്തെ ബാധിക്കുന്ന ഈ വിഷയത്തിൽ എന്തുകൊണ്ട് പ്രതിപക്ഷം ഇത്തരത്തിൽ ആ വിഷയത്തെ ഏറ്റെടുക്കുന്നില്ല എന്നാണ്. യഥാർത്ഥത്തിൽ ഇത് പ്രതിപക്ഷ നേതാവും കോൺഗ്രസും ഈ പ്രതികരണത്തിലൂടെ BJP ഗവൺമെന്റിന്റെ ഉദ്ദേശത്തെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. പേര് മാറ്റലാണോ പ്രശ്നം? പേര് വേണമെങ്കിൽ തിരിച്ചാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വെട്ടിലായി പോകില്ലേ? അത് മാത്രമാണോ പ്രശ്നം? പേര് മാറ്റുന്നു എന്നതിലേക്ക് ഇതിനെ ലളിതവൽക്കരിക്കുന്നത് എന്താണ് അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മറ്റതൊന്നും ഇവർക്ക് എതിർക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒന്നാം UPA സർക്കാരിനുള്ള ഇടതുപക്ഷ പിന്തുണ പിൻവലിച്ചപ്പോൾ മുതൽ ഇവര് ശ്രമിച്ച കാര്യമാണ് ഇപ്പോ മോദി ഗവൺമെന്റ് യാഥാർത്ഥ്യമാക്കുന്നത്. അന്ന് ശ്രമിച്ച് നടക്കാതെ പോയത് ഇവര് യാഥാർത്ഥ്യമാക്കുന്നു. അതുകൊണ്ട് ഇവർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല അതിലൊന്നും. അല്ലെങ്കിൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവല്ലേ, ഈ ബില്ലിന്റെ ഉള്ളടക്കത്തെ കുറിച്ച് അദ്ദേഹം എല്ലാം പഠിച്ചു പറയുന്ന ആളാണെന്നല്ലേ നിങ്ങളൊക്കെ പറയാറുള്ളത്? ഇതാ ഇല്ല, അതെ, എന്നാൽ അങ്ങനെ കേൾക്കാറുണ്ട്, അത്രേ ഉള്ളൂ. ആര് നിങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ഉത്തരവാദിത്വം നിങ്ങളുടെ തലയിൽ ഇടുന്നില്ല, കേൾക്കാറുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞത് എന്തോ ആവട്ടെ, അദ്ദേഹം അത് മനസ്സിലാക്കാതിരിക്കില്ലല്ലോ. കാരണം ഇന്നലെ മുതൽ ഇത് ചർച്ചയാണ്. ഇന്നിപ്പോ സമയം 12 മണിക്കാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം വരുന്നത്. ഇതുവരെ പേരുമാറ്റം മാത്രമേ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ ബോധപൂർവമായ മൗനമാണ് പ്രതിപക്ഷ നേതാവ് ഇതിലെ യഥാർത്ഥ പ്രശ്നങ്ങൾ, ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഉയർന്നു. പേരുമാറ്റം ഗൗരവം തന്നെയാണ്. ഇതിലൊരു കെണിയുണ്ട്. പേരുമാറ്റത്തെ മാത്രം എതിർത്താൽ ശരി, നിങ്ങളുടെ എതിർപ്പ് പരിഗണിച്ച് പേര് ഞങ്ങൾ പഴയതാക്കാന്ന് പറഞ്ഞാൽ ഇവർ അനുകൂലിക്കോ? അനുകൂലിക്കേണ്ടി വരില്ല ഇവർക്ക്. കാരണം ഇവർ ഉയർത്തുന്ന എതിർപ്പ് അത് മാത്രമല്ലേ. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ബില്ലിന്റെ കഥ, അല്ലെങ്കിൽ പദ്ധതിയുടെ കഥ കഴിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? എന്താണ് 2004 പാസ്സാക്കിയ തൊഴിലുറപ്പ് നിയമത്തിന്റെ ആത്മാവ്? ഡിമാൻഡ് ഡ്രിവൺ സ്കീമാണ്. എന്ന് പറഞ്ഞാൽ തൊഴിൽ ആവശ്യപ്പെടുന്ന എല്ലാവർക്കും തൊഴിൽ കൊടുക്കാൻ സർക്കാരിന് ബാധ്യതയുള്ള നിയമമാണ്. ഡിമാൻഡ് ഡ്രിവൺ സ്കീമാണ്, ആവശ്യ അധിഷ്ഠിതമാണ്. അതുകൊണ്ടാണ് ഇപ്പൊ പിന്നെ ഓരോ തവണയും ലേബർ ബജറ്റ് കേന്ദ്രം നിശ്ചയിക്കും 5 കോടി, നമ്മൾ 9 കോടി തൊഴിൽ ദിനം സൃഷ്ടിച്ചാൽ തരാൻ ബാധ്യസ്ഥയുണ്ട്. അങ്ങനെയാണ് നമുക്ക് പലപ്പോഴും കിട്ടിയിട്ടുള്ളത്. തരാൻ ഒരു ബാധ്യസ്ഥ, നിയമപ്രകാരം ബാധ്യസ്ഥരാണ്. അത് മാറുന്നു എന്നുള്ള നോർമേറ്റീവ് അലോക്കേഷനാണ്. ഓരോ സംസ്ഥാനത്തിനുള്ള അലോക്കേഷൻ മുൻകൂട്ടി കേന്ദ്രം നിശ്ചയിക്കും സാമ്പത്തിക ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്നാണ്. ബട്ട് ഡിമാൻഡ് ഡ്രിവൺ അല്ലാതായി, കഥ കഴിക്കുകയാണത്. അത് ഞാൻ ചോദിക്കട്ടെ, തൊഴിലുറപ്പ് പദ്ധതിയില് ഒരു അവകാശവാദം ഉന്നയിക്കുന്നവരാ കോൺഗ്രസ്. ഇടതുപക്ഷം പറഞ്ഞതുകൊണ്ട് മാത്രമൊന്നുമല്ല എന്നെപ്പോഴും അവകാശവാദം ഉന്നയിക്കുന്നവരാണ്. അവർക്ക് ഇതിനൊന്നും, ഈ ഡിമാൻഡ് ഡ്രിവൺ സ്കീമിനെ ഇല്ലാതാക്കുന്നതിൽ 40% സംസ്ഥാനത്തിന്റെ തലയിൽ കെട്ടിവെക്കുന്നതിൽ, കാർഷിക സീസണിൽ നിർത്തിവെക്കണം എന്ന് പറയുന്നതിൽ മൗനം പാലിക്കുന്നു എന്നുള്ളത് ഈ ജനദ്രോഹത്തിൽ BJP ഗവൺമെന്റിന്റെ കൂടെ നിൽക്കുന്നു എന്നാണ് അത് കാണിക്കുന്നത്. ഞങ്ങൾ രണ്ടിനെ എതിർക്കുന്നു, പേര് മാറ്റുന്നതിനെ എതിർക്കുന്നു, ഈ നിയമത്തിന്റെ കഥ കഴിക്കുന്നതിനെയും എതിർക്കുന്നു. ഇപ്പൊ പ്രതിപക്ഷ നേതാവിന്റെ വാർത്താക്കുറിപ്പ് ഇപ്പൊ നിങ്ങൾ വായിച്ചത് പ്രകാരം എനിക്ക് തോന്നുന്നത്, നിയമം പദ്ധതി നിങ്ങൾ അട്ടിമറിച്ചോ, പക്ഷെ പേര് നിലനിർത്തണം എന്ന് പറയുന്നത് പോലെയാണ്. നോക്കും എല്ലാ സാധ്യതമായ രീതി. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പൊ പോയിട്ടില്ല. എന്തെല്ലാം എന്നുള്ളത് ആലോചിക്കും. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിട്ടൊക്കെ ആലോചിച്ച് എല്ലാ സാധ്യമായ കാര്യങ്ങളും ചെയ്യും. കാരണം ഇപ്പോ നമ്മുടെ മുമ്പിൽ ഇന്നലെയാണല്ലോ ഇത് വരുന്നത്. ഇന്നലെയാണ് വരുന്നത്. ഞാൻ ഇന്നാണ് ഇവിടെ എത്തിയത്. ഗൗരവമായിട്ട് ആലോചിക്കും ഇക്കാര്യം. കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട അരിയും മറ്റ് ഭക്ഷ്യധാന്യങ്ങളും നൽകുന്ന കാര്യത്തിൽ എല്ലാത്തിനും കേന്ദ്രം പൂർണ്ണമായി കേരളത്തെ അവഗണിക്കും. എന്ത് ഓപ്ഷനാണ് സംസ്ഥാന സർക്കാരിന്റെ മുന്നിലുള്ളത്? ഇത് ഇപ്പൊ തൊഴിലുറപ്പിന്റെ കാര്യത്തിൽ വരുമ്പോ കേരളത്തിന്റെ മാത്രമല്ലല്ലോ പ്രശ്നം, ഇന്ത്യയിൽ എല്ലാവരും ബാധിക്കുന്ന പ്രശ്നമാണ്. അപ്പോ ഇക്കാര്യത്തിൽ അത്തരം സാധ്യതകൾ കൂടി നമ്മൾ ആലോചിക്കേണ്ടി വരും. ബാധിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളും ഒരുമിച്ച് അണിനിരക്കേണ്ടി വരും. ഇപ്പൊ BJP ഇതര സംസ്ഥാനങ്ങളെല്ലാം ഒരുമിച്ച് അണിനിരക്കാൻ മുന്നോട്ട് വരുന്നതാണ് പ്രതീക്ഷിക്കുന്നത് ഇത്തരം ഒരു കാര്യത്തിനെതിരെ. ഇത് കർഷക സമരത്തിന് സമാനമായിട്ടുള്ള പ്രക്ഷോഭം
ഇന്ത്യയിൽ ഉയർന്നു വരാൻ ഇടയാക്കുന്ന ഒരു നീക്കമാണ് കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്നത്. കർഷക സമരത്തിന് സമാനമായിട്ടുള്ള, കാരണം കോടിക്കണക്കിന് മനുഷ്യരുടെ ഉപജീവനാണ് ഇല്ലാതാവുന്നത്. നമ്മുടെ മുമ്പിൽ അനുഭവം ഉണ്ടല്ലോ. കാർഷിക നിയമങ്ങൾ 3 മൃഗീയ ഭൂരിപക്ഷം ഉപയോഗിച്ച് പാർലമെന്റിൽ അടിച്ചേൽപ്പിച്ചിട്ട് ഒരു സമരത്തിലൂടെ 3 പിൻവലിക്കേണ്ടി വന്നില്ലേ? ആ അനുഭവമൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ചരിത്രത്തിൽ നിന്നുള്ള അങ്ങനെയുള്ള ചില പാഠങ്ങൾ ഉപയോഗിക്കേണ്ട, പകർത്തേണ്ട സന്ദർഭമാണ്. അപ്പോൾ ഈ തൊഴിൽ ദിനങ്ങൾ നിശ്ചയിക്കുന്നതിൽ ഉള്ള തീരുമാനം അത് ഈ സംസ്ഥാനങ്ങൾക്കുള്ള അധികാരം എടുത്തു മാറ്റപ്പെടും. അതിൽ ദുരുപയോഗം അവർക്ക് സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിൽ ഇത് ദുരുപയോഗം ചെയ്യുമെന്നുള്ള ആശങ്ക കൂടി സംസ്ഥാനത്തിൽ തീർച്ചയായിട്ടും ഉണ്ട്. ഇത് വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെടാൻ ആവശ്യമായത്ര പഴുതുകളുള്ള വ്യവസ്ഥകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഗവൺമെന്റിന്റെ ചരിത്രം നമുക്കറിയാലോ. കാരണം അവര് ഒന്ന് പറയുകയും നേർ വിപരീതമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ്. മൂന്ന് കാറ്റഗറി ആയിട്ട് പഞ്ചായത്തിനെ ക്ലാസിഫൈ ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ പദ്ധതികൾ തയ്യാറാക്കണം, ലേബർ ബജറ്റ് ഒക്കെ തയ്യാറാക്കുമ്പോൾ. അപ്പൊ അത് പരിമിതപ്പെടുത്തലാണ്. അതിന്റെ വിശദാംശം നോക്കണം. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ എ അവർക്ക് ഏറ്റെടുക്കാവുന്ന പദ്ധതികൾ ഏതൊക്കെ, ബി ഏതൊക്കെ, പരിമിതപ്പെടുത്താനുള്ള നീക്കമാണ് എന്നുള്ളതാണ്. അത് ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഇന്ത്യയില് രാജ്യം ആകെ എടുത്തു കഴിഞ്ഞാൽ 3 വിള വരെയുള്ള സ്ഥലങ്ങൾ, പ്രദേശങ്ങളുണ്ട്. അപ്പൊ നിർത്തിവെക്കണം എന്ന് പറഞ്ഞാൽ നല്ലൊരു സമയത്ത്, ഏറ്റവും അനിവാര്യമായ സമയത്ത് നിർത്തിവെക്കുകയാണ്. തൊഴിൽ ഏറ്റവും ആവശ്യമായ സമയത്ത് നിർത്തിവെക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതും പരിമിതപ്പെടുത്തലാണ്. എന്ന് വെച്ചാൽ ഈ തൊഴിൽ ദിനങ്ങളെ പരിമിതപ്പെടുത്താനുള്ള പല നീക്കങ്ങളാണ് ഈ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും. എന്ന് പറഞ്ഞാൽ നമ്മൾ അസറ്റ് ക്രിയേഷൻ വലിയ തോതിൽ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനിൽ മിനി MCF ഉണ്ടാക്കാൻ നമ്മൾ തൊഴിലുറപ്പ് പദ്ധതി ഉപയോഗിച്ചിട്ടുണ്ട്. അംഗൻവാടികൾ ഉണ്ടാക്കാൻ തൊഴിലുറപ്പ് പദ്ധതി കൂടി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അസറ്റ് ക്രിയേഷൻ, വളരെ ക്വാളിറ്റി ഉള്ള അസറ്റ് ക്രിയേഷൻ നടത്താൻ നമ്മൾ ഉപയോഗിച്ച പദ്ധതിയാണത്. റോഡുകൾ, കോൺക്രീറ്റ് റോഡുകൾ, ഗ്രാമീണ റോഡുകൾ ഉണ്ടാക്കാൻ നമ്മൾ തൊഴിലുറപ്പിനെ ധാരാളമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. സോക്പിറ്റ്, ഈ മലിനജലം സംസ്കരിക്കാനുള്ള സോക്പിറ്റുകൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ കിണർ റീചാർജിങ്ങിന് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുടിവെള്ള പദ്ധതികൾക്കും മറ്റുമൊക്കെ. പിന്നെ ഫാം പോൺസ്, ഞാൻ എൻ്റെ മണ്ഡലത്തിലെ അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 5 കൊല്ലം കൊണ്ട് 110 ഫാം പോൺസ് ആണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ മാത്രം ഉണ്ടാക്കിയത്. 110 ഫാം പോൺസ് ഈ വെള്ളക്ഷാമത്തെ നേരിടാൻ ഉപയോഗിച്ചത്. 1000-ലധികം കിണറുകളുടെ റീചാർജിങ് തൊഴിലുറപ്പ് പദ്ധതി ഉപയോഗിച്ച് നടത്തിയിട്ടുണ്ടായിട്ടുണ്ട്. അതെല്ലാം അട്ടിമറിക്കപ്പെടും. അതിന് പരിമിതി ഉണ്ടായിരുന്നില്ല നേരത്തെ. ഇപ്പൊ ക്ലാസിഫൈ ചെയ്യുമ്പോൾ പരിമിതപ്പെടുത്തുകയാണ്. ഞാൻ പറയുന്നത്, നിങ്ങൾ പറയുന്നു ഇതൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്, ഇതൊന്നും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അത് പറയുമ്പോൾ തന്നെ എന്താ പറയുന്നത്, ഞങ്ങൾ പഞ്ചായത്തിനെ ക്ലാസിഫൈ ചെയ്യും, എന്നിട്ട് ആ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് പദ്ധതി ഏറ്റെടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ അത്തരം നിയന്ത്രണങ്ങൾ, വ്യവസ്ഥകൾ ഇല്ല. പഞ്ചായത്തുകൾക്ക് പദ്ധതികൾ ഏറ്റെടുക്കാം. ലേബർ ബജറ്റ് ഡിമാൻഡ് ഡ്രിവൺ ആണ്. ഏറ്റവും പ്രധാന കാര്യം ഡിമാൻഡ് ഡ്രിവൺ അല്ലാതാവുന്നതോടുകൂടി പദ്ധതി കഥ കഴിഞ്ഞു. അതാണ് എൻ്റെ. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, വലിയ തരത്തിലുള്ള രാഷ്ട്രീയ വിജയമാണ് എന്ന് UDF പറയുന്നു. BJP വലിയ തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. തദ്ദേശ വകുപ്പിന്റെ മന്ത്രി കൂടിയായതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തെ ഞാനിപ്പോൾ അതിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഒഴിഞ്ഞു മാറിയെന്നും മൗനം പാലിച്ചു എന്നൊക്കെ പറയാനിടയുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം നോക്കുമ്പോൾ 2021 ഇടതുപക്ഷത്തിന് മഹാവിജയമാണ് ഉണ്ടായത്. ചരിത്ര വിജയമാണ് LDF ഉണ്ടായത്. ആ വിജയം തവണ ആവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ റിസൾട്ട് ആവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ നോക്കുമ്പോൾ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്, പറഞ്ഞു കഴിഞ്ഞല്ലോ. പക്ഷെ അതേസമയം തന്നെ 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിനേക്കാൾ ബഹുദൂരം
ബഹുദൂരം മുന്നോട്ട് വന്നു എന്നുള്ളതല്ലേ കണക്കുകൾ കാണിക്കുന്നത്. ഇന്നിപ്പോ എനിക്ക് തോന്നുന്നു ഒരു പത്രം തിരുവനന്തപുരം നഗരത്തിലെ കണക്കുകൾ പ്രാധാന്യത്തോടെ അല്ലെങ്കിലും ഉള്ളിലെ പേജിൽ കൊടുത്തതായിട്ട് കണ്ടു. അത്രയും കൊടുത്തല്ലോ, നന്ദി. തിരുവനന്തപുരം നഗരത്തിൽ വോട്ടിൽ മുന്നിൽ നിൽക്കുന്നത് ഇടതുപക്ഷമാണെന്ന്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ സ്ഥിതി എന്തായിരുന്നു? 3-ാം സ്ഥാനത്തായിരുന്നില്ലേ? അവിടെ നിന്നല്ലേ 1-ാം സ്ഥാനത്ത് വന്നത്. ഇപ്പൊ പിടിച്ചടക്കി എന്ന് പറയുന്ന BJPക്ക് LDF-നേക്കാൾ വോട്ട് കുറവാ തിരുവനന്തപുരം നഗരത്തില്. വളരെ പിന്നിലാണ് UDF. അപ്പൊ ആരുടെ വോട്ടാണ് BJPക്ക് ഈ മുന്നേറ്റത്തിന് സഹായകരമായി മാറിയെന്നും കൂടി കാണുന്നുണ്ട്. പിന്നെ BJP വലിയ മുന്നേറ്റം ഉണ്ടായി. ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്നലെ ഒരു പത്രം, അതിന് ഞങ്ങൾക്ക് നന്ദിയുണ്ട്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 അസംബ്ലി മണ്ഡലങ്ങളിലെ LDF-ന് ലീഡുള്ളൂ എന്ന് പറഞ്ഞ അതേ പത്രം തന്നെ ഇന്നലെ ഗ്രാമ മുനിസിപ്പൽ കോർപ്പറേഷൻ വാർഡ് കണക്ക് വെച്ചിട്ട് 58 ലീഡുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ 19 നിന്ന് 58 കുതിച്ചുചാട്ടമാണല്ലോ അങ്ങനെ വരുമ്പോ അവര് പറഞ്ഞനുസരിച്ച് ഉണ്ടാവുന്നത്. ഇന്നൊരു കണക്ക് വന്നിട്ടുള്ളത് ജില്ലാ പഞ്ചായത്തിന്റെ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ, ജില്ലാ പഞ്ചായത്തും കോർപ്പറേഷൻ മുനിസിപ്പൽ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ 64 അസംബ്ലി മണ്ഡലങ്ങളിൽ LDF-ന് ലീഡുണ്ട്. അപ്പൊ ഒരു കാര്യം ശരി, നിങ്ങൾ പറയുന്നൊരു കാര്യം, 2021 മഹാവിജയം അതുപോലെ ആവർത്തിക്കാനായിട്ടില്ല. പക്ഷേ ഇപ്പോഴും വോട്ടിന്റെ കണക്ക് അസംബ്ലി മണ്ഡലാടിസ്ഥാനത്തിലുള്ള കണക്ക് നോക്കിയാൽ ഏറെക്കുറെ ഒപ്പത്തിനൊപ്പമാണ്. പതുക്കെയാണെങ്കിലും നിങ്ങൾ പലരും അത്ര പ്രാധാന്യത്തോടെ അല്ലെങ്കിലും ഈ കാര്യം ഇപ്പൊ പറയാൻ തുടങ്ങി എന്നുള്ളത് നല്ല കാര്യം. കാരണം പറയാതിരിക്കാനാവില്ല, അത് വസ്തുതയാണ്. അപ്പോ ഉണ്ടായ തിരിച്ചടി എന്ന് ഞങ്ങൾ ആരും കാണാതിരിക്കുന്നില്ല. ഞങ്ങളും നിങ്ങളും പ്രതീക്ഷിച്ച, ഒരുപക്ഷെ പ്രതിപക്ഷവും പ്രതീക്ഷിച്ച വലിയ വിജയം ഇത്തവണ ആവർത്തിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് ശരിയാണ്. അതുകൊണ്ടാണ് എന്തോ ഭയങ്കര തിരിച്ചടി ഉണ്ടായെന്ന് തോന്നുന്നത്. കഴിഞ്ഞ വർഷത്തെ അതേ മഹാവിജയം ആവർത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണല്ലോ അത് ചരിത്ര വിജയം എന്നൊക്കെ പറഞ്ഞത്. അത് എപ്പോഴും അതേപോലെ തന്നെ ആവർത്തിക്കാൻ പറ്റണമെന്നില്ല. പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു വലിയ വിജയത്തിന് അർഹരാണ് എന്ന് എതിർക്കുന്നവർക്കും തോന്നലുള്ളത് കൊണ്ടാണല്ലോ അവര് അത് പ്രതീക്ഷിച്ചത്. ഇവരതുപോലെ തന്നെ ഇത്തവണയും ജയിക്കും എന്ന് പ്രതീക്ഷിച്ചു. കാരണം അത്രയും നല്ല വർക്ക് ഒരു ഗവൺമെന്റ് നടത്തി. സർക്കാരിന്റെ പ്രകടനം, പെർഫോമൻസ് പരിഗണിച്ചാണെങ്കിൽ ഇവർ ഈ മഹാവിജയം ആവർത്തിച്ച് കളയുമോ എന്ന ആശങ്ക ഞങ്ങൾ എതിർക്കുന്നവർക്കുണ്ടായിരുന്നു. അത്രത്തോളം വന്നില്ല എന്നതിന്റെ ആശ്വാസമാണ് യഥാർത്ഥത്തിൽ ഈ ഭയങ്കര രാഷ്ട്രീയ വിജയം ഉണ്ടായി എന്ന പ്രതീതി ഉണ്ടാക്കുന്നതിന്റെ കാരണം. അതെ, ഞാൻ പറയാൻ കണക്ക് അത് പറഞ്ഞു നന്നായി. തൃത്താലയിലെ ഇന്നലത്തെ പത്രത്തിന്റെ കണക്ക് എങ്ങനെയാണെന്ന് അറിയാമോ? വാർഡ് അടിസ്ഥാനത്തിലുള്ളതാണ്. വാർഡ് അടിസ്ഥാനത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം രാഷ്ട്രീയ മാനദണ്ഡമേ അല്ല പ്രധാനമായിട്ടും വരുന്നത്, വളരെ കുറച്ചേ ഇത് വരുന്നുള്ളൂ. ജില്ലാ പഞ്ചായത്തിന്റെ കണക്ക് തൃത്താലയിലുണ്ട്. തൃത്താല മുനിസിപ്പാലിറ്റി ഇല്ലാത്ത മണ്ഡലമാണ്. ജില്ലാ പഞ്ചായത്തിന്റെ കണക്ക് നോക്കുമ്പോൾ 867 വോട്ടിന്റെ നേരിയ മേൽക്കൈ മാത്രമേ അവിടെ ഉള്ളൂ. അപ്പം അത് വെച്ചൊക്കെ ആഘോഷിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ആഘോഷിക്കാനുള്ള അവകാശമുണ്ട്. അല്ല, അത് വാർഡ് വെച്ചിട്ടുള്ള കണക്കാ. ഞാൻ പറഞ്ഞത് ജില്ലാ പഞ്ചായത്ത് വരുമ്പോൾ ഇനിയും കൂടുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ജില്ലാ പഞ്ചായത്തിൽ വരുമ്പോൾ 58-64 ആവുന്നു. അതുകൊണ്ടാണല്ലോ അതെടുക്കാതിരുന്നത്. ഇപ്പൊ ഇന്നലെ എന്തുകൊണ്ടാണ് വാർഡിന്റെ കണക്കെടുത്തത് ആ പത്രം എന്നത് വളരെ വ്യക്തമാണ്. കാരണം UDF-ന് പരമാവധി സഹായകരമായിട്ടുള്ള കണക്ക് അതേ ഉള്ളൂ എന്നുകൊണ്ടാണ്. ജില്ലാ പഞ്ചായത്തിന്റെ കണക്കെടുത്താലോ 64 എന്ന് പറയേണ്ടി വരും. അപ്പൊ ഈ മഹാവിജയം എന്ന പ്രതീതി അതോടുകൂടി പൊളിയും. അല്ലെങ്കിൽ വലിയ രാഷ്ട്രീയ വിജയം ഉണ്ടാക്കി തൂത്തുവാരി എന്നൊക്കെയുള്ള പ്രതീതി അതോടുകൂടി പൊളിയും. പക്ഷെ നമ്മുടെ ഇന്നത്തെ കാലത്ത്, പ്രത്യേകിച്ച് ഈ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയും സോഷ്യൽ മീഡിയ ഒക്കെ വികസിച്ചൊരു കാലത്ത് ഈ കണക്കുകളൊക്കെ അധികകാലം മൂടി വെക്കാൻ പറ്റില്ല. ഈ യാഥാർത്ഥ്യം മൂടി വെക്കാൻ പറ്റുമോ? അപ്പൊ ആ പ്രതീതി 48 മണിക്കൂർ കൊണ്ട് അവസാനിച്ചിരിക്കുന്നു കേരളത്തിൽ. ഈ പറഞ്ഞതിനർത്ഥം ഞങ്ങൾക്ക് തിരിച്ചടി ഉണ്ടായിട്ടില്ല എന്നുള്ളതല്ല. പക്ഷേ
UDF വലിയ രാഷ്ട്രീയ വിജയമുണ്ടായി എന്ന പ്രതീതി 48 മണിക്കൂർ കൊണ്ട് അസ്തമിച്ചിരിക്കുന്നു. കണക്കുകൾ തെളിയിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ വിജയത്തിന് ശേഷവും അങ്ങയുടെ വകുപ്പുമായി ബന്ധപ്പെട്ട് ഈ തെരുവ് നായ്ക്കളുടെ വിഷയമാണ് BJP രണ്ടാമതും പറയുന്നത്. ഇപ്പം നിയുക്ത മേയറാകാൻ കരുതുന്നവരാണ്. കഴിഞ്ഞ ദിവസം ബൈറ്റ് കൊടുത്തത് 24 മണിക്കൂർ കൊണ്ട് അവർക്ക് പരിഹരിക്കാവുന്ന വിഷയമാണ്. കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള പ്രോജക്റ്റ് ഉണ്ട്, അത് ഈസിയായി നഗരത്തിൽ എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ട്. നോക്കൂ, അല്ല ഇന്ത്യയിലെ സുപ്രീം കോടതിയിൽ ഈ കേസ് വന്നെന്നുണ്ടാ? കേരളത്തിലൊക്കെ പ്രശ്നം കൊണ്ടല്ലല്ലോ വന്നത്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ഇന്ന് 24 മണിക്കൂർ കൊണ്ട് അവർ പരിഹരിച്ചിരുന്നെങ്കിൽ നമുക്കത് പകർത്താൻ ഒരു വിരോധം ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇന്ത്യയിൽ എത്രയോ നഗരങ്ങളിൽ BJP ഭരിക്കുന്നുണ്ടല്ലോ, എത്രയോ സംസ്ഥാനങ്ങൾ ഭരിക്കുന്നുണ്ടല്ലോ. അവിടെയൊന്നും ഈ പ്രശ്നമില്ല. കേരളത്തിൽ മാത്രമുള്ളൊരു പ്രശ്നമായിരുന്നു എങ്കിൽ ഈ പറയുന്നത് മനസ്സിലാക്കുക. ഇവരെവിടെയാണ് 24 മണിക്കൂർ കൊണ്ട് ഇത് പരിഹരിച്ചത്? ഡൽഹി, മോദി അമിത്ഷായൊക്കെ ഇരിക്കുന്ന സ്ഥലമല്ലേ ഡൽഹിയിലെ കേസല്ലേ സുപ്രീം കോടതിയുടെ മുമ്പിൽ വന്നത്, അല്ലേ? രാജ്യ തലസ്ഥാനത്ത് പട്ടിയെ പിടിച്ച് ഇറങ്ങി നടക്കാൻ പറ്റാത്ത സ്ഥിതിയെക്കുറിച്ച് സുപ്രീം കോടതി തന്നെയല്ലേ റിപ്പോർട്ട് പരാമർശിച്ചത്? എന്താണ് ആളുകൾ ഇതിപ്പോ ഈ തിരുവനന്തപുരത്ത് ഒളിമ്പിക്സ് നടത്തും എന്ന് പറഞ്ഞതിനേക്കാൾ വലിയ തമാശയായിപ്പോയി. എന്തായാലും ആ ഒളിമ്പിക്സ് കാണാൻ കാത്തിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും. എന്ത് ഒളിമ്പിക്സ് ആയിരിക്കും എന്നാണ് എനിക്കറിയാത്തത്. ഏത് കാര്യത്തിലായിരിക്കും ഒളിമ്പിക്സ് നടത്താൻ പോകുന്നത്.